ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഹൈസ്കൂൾ ടീച്ചർ പേ സ്കെയിലിൽ വളരെ മികച്ചൊരു അവസരം കേരള PSC യിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു പോസ്റ്റിന്റെ പേര് വരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഡെമോൺസ്ട്രേറ്റർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ നമുക്ക് ബാക്കി ടെക്നിക്കൽ പോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് പ്രഷർ വളരെ കുറവുള്ള ഒരു ജോലിയാണ്. പിന്നെ നമുക്ക് പേ സ്കെയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേ സ്കെയിലാണ്. വർക്ക് ലൈഫ് ബാലൻസ് നല്ല രീതിയിൽ കിട്ടുന്ന ടൈപ്പ് ഒരു ജോബാണ്. അപ്പൊ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയാലും ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഉള്ളവർക്കായാലും വളരെ മികച്ച ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. 2026 ജൂൺ 8 നടന്ന PSC യോഗ തീരുമാന പ്രകാരം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ജൂൺ 30 പ്രസിദ്ധീകരിക്കും. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഫർദർ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 41,300 മുതൽ 87,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 ഇയർ റെഗുലർ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരിക്കണം. 3 ഇയർ റെഗുലർ കോഴ്സ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 678/2022 ആയിരുന്നു. എക്സാം നടന്നത് 16/6/2023. ആ സമയത്തെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 53.67 ആയിരുന്നു. ഇനി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/4/2024 ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 1/4/2020 ആണ്. കറണ്ട് സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും എടുത്തിട്ടുണ്ട്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നോക്കാം. 14,583 പേരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 11,743 ആണ്. മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം 78 ആണ്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടിയിരുന്നു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നടന്നത് 88 അഡ്വൈസസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. മൊത്തത്തിൽ 10 ഡിഫറെന്റ് മൊഡ്യൂൾസ്, ഈച്ച് മൊഡ്യൂൾസ് 10 മാർക്ക് വീതമാണ്. ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, 10 മാർക്ക്. സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, 10 മാർക്ക്. നാലാമത്തെ മൊഡ്യൂൾ വരുന്നത് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, 10 മാർക്ക്. അഞ്ചാമത്തെ മൊഡ്യൂൾ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ, അതും 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി ആറാമത്തെ മൊഡ്യൂൾ വയറിംഗ് ആക്സസറീസ്, 10 മാർക്ക്. ഏഴാമത്തെ മൊഡ്യൂൾ DC മെഷീൻസ്, 10 മാർക്കാണ്. എട്ടാമത്തെ മൊഡ്യൂൾ AC മെഷീൻസ്, 10 മാർക്ക്. ഒൻപതാമത്തെ മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്, 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. പത്താമത്തെ മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ്, അതും 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ് വരുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് ശ്രദ്ധിക്കുക. മെയിൻലി 3 ഡിഫറെന്റ് സ്റ്റേജസ് ആണ് വരുന്നത്. ആദ്യത്തേത് റിട്ടൺ ടെസ്റ്റ്, 100 മാർക്കിന്റെ OMR ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയാണ്. അതിനുശേഷം വരുന്ന ഡോക്യുമെന്റ് വാലിഡേഷനും ദെൻ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ 20 മാർക്കിന്റെ അസസ്മെന്റ് ആണ് ഇന്റർവ്യൂ. ഇനി നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ കോഴ്സിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടെക് PSC ഒരു പുതിയ ബാച്ച്, ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ കിട്ടും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ടും കിട്ടും. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ കിട്ടും. ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ടെക് PSCയുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ അപ്ഡേറ്റ്സ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ടെക് PSCയുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.